തവനൂരിൽ ഇക്കുറി വിജയം പ്രതീക്ഷ തീരെയില്ലാത്ത പോരാട്ടത്തിനാണ് LDF ഇറങ്ങുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫിറോസ് കുന്നംപറമ്പിലും CPM സ്വതന്ത്രനായി KT ജലീലുമാണ് അവിടെ മത്സരിച്ചത്. ജയത്തിന്റെ വക്കോളമെത്തിയാണ് ഒടുവിൽ ഫിറോസ് കുന്നംപറമ്പിൽ അവിടെ തോറ്റത്. ഇക്കുറി കോൺഗ്രസ് അവിടെ ഉറച്ച വിജയം സ്വപ്നം കണ്ടു തുടങ്ങിയതോടെ മണ്ഡലം മാറാനുള്ള നീക്കങ്ങളാണ് KT ജലീൽ നടത്തുന്നത്. ഇക്കുറി തവനൂരിൽ താൻ നിലം തൊടില്ലെന്ന് LDFനെ KT ജലീൽ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മണ്ഡലം മാറാനുള്ള ജലീലിന്റെ ആവശ്യം CPM തള്ളി. നിരാശയോടെയാണ് ജലീൽ AKG സെന്ററിന്റെ പടിയിറങ്ങിയത്. CPM പടിയിറക്കി വിട്ടതാണോ എന്നും വ്യക്തമല്ല. എന്തായാലും തവനൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതകൾ കൽപ്പിക്കുന്നത് സന്ദീപ് വാര്യർക്കാണ്. തവനൂരിലെ നേതാക്കളുമായും മുസ്ലിം ലീഗുമായും ഏറെ അടുപ്പമുള്ള സന്ദീപിനെ ഇറക്കി CPM കോട്ട പൊളിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പട നയിക്കുന്നത് ആരാണെന്ന് വരുന്ന 10 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ സന്ദീപ് വാര്യരെ അപമാനിക്കാനുള്ള നീക്കങ്ങളാണ് KT ജലീൽ നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി അതിനുള്ള വെടിമരുന്ന് ജലീൽ തവനൂരിൽ തളിക്കുമ്പോൾ കുറിക്കൊള്ളുന്ന മറുപടിയുമായി സന്ദീപും കളം നിറയുന്നുണ്ട്. തവനൂരിൽ ടൂറിസ്റ്റായ MLA എന്നാണ് ജലീലിനെ സന്ദീപ് വിശേഷിപ്പിക്കുന്നത്. KT ജലീൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുവെന്നും വരികൾക്കിടയിലെ പരിഭ്രമവും വ്യക്തിഹത്യ നടത്താനുള്ള വെമ്പലം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണെന്ന് പറഞ്ഞ സന്ദീപ് തവനൂരിലെ ജനമനസ്സുകളിൽ നിന്ന് ജലീൽ അകന്നുവെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ചില വസ്തുതകൾ ഓർമ്മിപ്പിക്കട്ടെ എന്ന് ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങൾ സന്ദീപ് ജലീലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നാണ് സന്ദീപ് ജലീലിനെ ഓർമ്മിപ്പിക്കുന്നത്. തവനൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ജലീൽ എന്തിനാണ് ഇത്രയേറെ പരിഭ്രാന്തനാകുന്നതെന്നും സന്ദീപ് ചോദിക്കുന്നുണ്ട്. ആര് മത്സരിക്കണമെന്നത് ജനാധിപത്യ പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു പേര് കേൾക്കുമ്പോഴേക്കും താങ്കൾക്കുണ്ടാകുന്ന വിറയൽ തവനൂരിലെ താങ്കളുടെ അടിത്തറ ഇളകിയതിന്റെ തെളിവാണെന്നും സന്ദീപ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം തവനൂരിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം യാത്രാ വിവരണങ്ങൾ എഴുതുന്നതിനും മണ്ഡലത്തിന് പുറത്തെ വിവാദങ്ങളിൽ അഭിരമിക്കുന്നതിനുമാണ് ജലീൽ സമയം കണ്ടെത്തിയത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് തവനൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സന്ദീപ് ജലീലിനെ കുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഇനി മത്സരത്തിനില്ല എന്ന് രാവിലെ പറയുകയും വൈകുന്നേരമാകുമ്പോഴേക്കും നിലപാട് മാറ്റുകയും ചെയ്യുന്ന താങ്കളുടെ ഈ മലക്കം മറിച്ചിലുകൾ കേരളം കാണുന്നതാണ്. സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ ഉറപ്പില്ലാത്തവർ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ചിരിപ്പിക്കുന്ന കാര്യമാണെന്നും സന്ദീപ് പരിഹസിക്കുന്നുണ്ട്. മുൻപ് ഞാൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി തള്ളിപ്പറഞ്ഞാണ് മതേതര പക്ഷത്തേക്ക് വന്നത്. അത് കേരളം അംഗീകരിച്ചതുമാണ്. എന്നാൽ പഴയ കാര്യങ്ങൾ ചവിട്ടിപ്പിടിച്ച് ഇന്നും വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നത് താങ്കളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. താങ്കൾ മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ച് തനിക്കും പറയാനുണ്ടാകും. പക്ഷേ രാഷ്ട്രീയ മര്യാദ ഉള്ളതുകൊണ്ട് അതിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ KT ജലീൽ വധം അവസാനിപ്പിക്കുന്നത്. പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നടത്തുന്ന വിദ്വേഷ ക്യാമ്പയിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഫേസ്ബുക്കിലല്ല, കോടതിയിലാണ് നൽകേണ്ടത്. നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം അവിടെ തെളിയട്ടെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീലിനെ ചേർത്തൊട്ടിക്കുന്നുണ്ട് സന്ദീപ് വാര്യർ. എന്തായാലും തവനൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുറപ്പാണ്. അത് വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. അല്ലാതെ ജലീൽ എഴുതുന്ന യാത്രാ വിവരണങ്ങൾ വായിച്ചിരിക്കാനല്ല അവർ വോട്ട് ചെയ്തത്. ഉശിരുണ്ടെങ്കിൽ വികസനത്തെക്കുറിച്ചും കഴിഞ്ഞ 5 വർഷത്തെ താങ്കളുടെ അപ്രത്യക്ഷമാകലിനെക്കുറിച്ചും സംസാരിക്കൂ എന്നാണ് ജലീലിനെ കോൺഗ്രസ് വെല്ലുവിളിക്കുന്നത്.